ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു ഇൻഫാൻറ്റിന് എങ്ങനെ പാസ്പോർട്ട് എടുക്കാം, പാസ്പോർട്ട് എടുക്കാൻ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എന്താണ് എന്നൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അനു ആൻഡ് എഡ്വിൻ. സോ മെയിൻ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇൻഫാൻറ്റിന് പാസ്പോർട്ട് എടുക്കാൻ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് എന്നാണ് കേട്ടോ. പിന്നെ ഇതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാസ്പോർട്ട് സേവ എന്ന് പറഞ്ഞ ഒരു പോർട്ടലുണ്ട്. ഇന്ത്യയിൽ പാസ്പോർട്ട് എടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അത് പറയാൻ വിട്ടുപോയി. സോ ഇന്ത്യയിൽ ഇൻഫാൻസിന് പാസ്പോർട്ട് എടുക്കുന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാസ്പോർട്ട് സേവ പോർട്ടലിൽ പോയിട്ട് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. അത് ആക്ച്വലി നമുക്ക് പാരൻസിന് രജിസ്റ്റർ ചെയ്യാം. പാരന്റിന് ഇപ്പം എനിക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് എനിക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് പോസിബിൾ. ഇനി ഇതിനെ പറ്റി ഈ പാസ്പോർട്ട് സേവ എന്ന് പറഞ്ഞ പോർട്ടലിൽ കയറി അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ലെറ്റ് മീ നോ. I will try to make a video. So next അതിൽ കയറി അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടും. അതാണ് നമുക്ക് ഇൻഫാൻറ്റിന് പാസ്പോർട്ട് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ഡോക്യുമെന്റ്. ഞാൻ എൻ്റെ ബേബിക്ക് ആക്ച്വലി പാസ്പോർട്ട് എടുത്തു. സോ അതിൻ്റെ ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഞാൻ എടുത്തത്. അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. സോ ഞാൻ ഒരു ഡോക്യുമെന്റും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഡോക്യുമെന്റ്സിന്റെ ആ ഫയല് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പോർട്ടലിൽ കയറി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു അപ്പോയിൻമെന്റ് റെസിപ്റ്റ് കിട്ടും. അത് നമ്മൾ കയ്യിൽ വെക്കണം. അതിനുശേഷം ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. പിന്നെ നമ്മൾ വെക്കേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് 2 പാരൻസിന്റെയും പാസ്പോർട്ടിന്റെ കോപ്പി. നെക്സ്റ്റ് വേണ്ടത് അനക്സർ ഡി എന്ന് പറഞ്ഞ ഫോം ഫിൽ ചെയ്ത് നമ്മൾ കയ്യിൽ വെക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഡിക്ലറേഷൻ ബൈ അപ്ലിക്കൻസ് പാരൻസ് ഓർ ഗാർഡിയൻസ് ഫോർ ഇഷ്യൂ ഓഫ് പാസ്പോർട്ട് ടു മൈനർ. അപ്പോൾ മൈനർ ആയിട്ടുള്ള കുട്ടികൾക്ക് പാരൻസിന്റെ ഡിക്ലറേഷൻ ഫോം പോലെ ഒരു ഫോമാണ് കേട്ടോ അത്. ഇതിൽ 2 പാരൻസിന്റെ ഡീറ്റെയിൽസ്, പാസ്പോർട്ട് നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതണം. എന്നിട്ട് 2 പാരൻസിന്റെയും സൈൻ ഇടണം. ഇൻ കേസ് ഇഫ് വൺ ഓഫ് ദ പാരന്റ് ഇസ് നോട്ട് ഇൻ ഇന്ത്യ, നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ഫോം കൂടെ വെക്കണം. അനക്സർ സി എന്ന് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനാണ് നാട്ടിലിരുന്ന് എൻ്റെ ബേബിക്ക് വേണ്ടിയിട്ട് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നത്. സോ ഇഫ് എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിലില്ല, ഔട്ട് ഓഫ് ഇന്ത്യ ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹസ്ബൻഡിന്റെ സൈൻ നമുക്ക് അനക്സർ ഡിയിൽ വാങ്ങിക്കാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് അനക്സർ സി എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് വെക്കുക. അതിൽ നമുക്ക് ഇങ്ങനെ കേസ് വെക്കാം. അതിൽ കുറെ കേസസ് ഉണ്ട്. ഇഫ് ലൈക്ക് നമുക്ക് ടിക്ക് ചെയ്തെടുക്കാം. ദ ഫാദർ ഓർ മദർ ഓഫ് ദ മൈനർ ആപ്ലിക്കന്റ് റിസൈഡിങ് അബ്രോഡ് ആൻഡ് അൺഎബിൾ ടു പ്രൊവൈഡ് കൺസെന്റ്. അങ്ങനെയാണ് ആ ഒരു കേസ് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 പാരൻസിന്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം ഇപ്പൊ ഞാനാണ് നാട്ടിലുള്ള, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള പാരന്റിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. അങ്ങനെയുള്ളവർക്ക് അനക്സർ ഡിയിലും നാട്ടിലുള്ള പാരന്റിന്റെ മാത്രം സൈൻ ഇട്ടാൽ മതി. പുറത്തുള്ള ആളുടെ സൈൻ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനക്സർ സി വെക്കണം. പിന്നെ ആവശ്യമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള ഒരു ഡോക്യുമെന്റ് ലൈക്ക് നമ്മുടെ ബേബിയുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇനി ഇപ്പോ ഞാൻ നേരത്തെ ഒരു കേസ് പറഞ്ഞല്ലോ, ലൈക്ക് വൺ ഓഫ് ദ പാരന്റ് ഈസ് നോട്ട് ഇൻ ഇന്ത്യ. അങ്ങനത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ ആ പാരന്റിന്റെ റെസിഡൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തെ റെസിഡൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൂഫ് നമ്മൾ വെക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഒരു പാസ്പോർട്ട് എടുക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇത് നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഡേറ്റ് കാണിക്കും, എന്നൊക്കെയാണ് അപ്പോയിൻമെന്റ് എടുക്കേണ്ടത്. ആ ഡേറ്റും ടൈമും ഇത്ര ടൈം മുന്നേ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ
ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് റെസിപ്റ്റിൽ ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ, നിയർ ബൈ പാസ്പോർട്ട് ഓഫീസിൽ പോവാം. പിന്നെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞൊരു 3-4 ഡേയ്സിനുള്ളിൽ പാസ്പോർട്ട് എത്തിട്ടോ. ഇതാണ് പാസ്പോർട്ട് വന്നു. 3-4 ഡേയ്സിനുള്ളിൽ നമുക്ക് പാസ്പോർട്ട് വന്നിട്ടുണ്ടായി. സോ അത്രേ ഉള്ളൂ. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഇൻഫാൻസിന് ഇന്ത്യയിൽ പാസ്പോർട്ട് എടുക്കാൻ ആവശ്യമുള്ളത് കേട്ടോ. വൺ മോർ തിങ് ഞാൻ പറയാൻ വിട്ടുപോയി. 4 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ കൊണ്ടുപോകേണ്ടത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. സോ 4 ഇയേഴ്സ് അബോവ് ആണെന്നുണ്ടെങ്കിൽ അവരവിടെ വെച്ച് എടുക്കും. അത് ആക്ച്വലി നമ്മുടെ ഈ അപ്ലിക്കേഷൻ ഫോമിൽ എഴുതിയിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് റെസിപ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ബിലോ 4 ഇയേഴ്സ് ഓഫ് ഏജ് അങ്ങനെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകണം. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോ. ഞാൻ എല്ലാ ഡോക്യുമെന്റ്സും കവർ ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇനിയിപ്പം ആ പാസ്പോർട്ട് സേവ എന്ന് പറഞ്ഞ പോർട്ടലിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. ഐ വിൽ ട്രൈ ടു മേക്ക് എ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം കേട്ടോ. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.